ഒരു സന്യാസിയോട് ഒരാളൊരു സംശയം ചോദിച്ചു. ഗുരു, എന്തുകൊണ്ടാണ് ചില നല്ല മനുഷ്യർ പോലും ചില സമയത്ത് ക്ഷിപ്രകോപികളും അക്രമകാരികളും ചീത്ത വാക്കുകൾ പറയുന്നവരായിട്ട് മാറുന്നത്? ഗുരു നോക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ കയ്യിൽ ഒരു പാത്രം നിറയെ വെള്ളമുണ്ട്. അപ്പോൾ ഗുരു ചോദിച്ചു, ആരെങ്കിലും നിങ്ങളെ പെട്ടെന്നൊന്നിങ്ങനെ ഇടിച്ചിട്ടാൽ നിങ്ങൾക്കെന്ത് സംഭവിക്കും? അയാൾ പറഞ്ഞു, എൻ്റെ കയ്യിലെ വെള്ളം താഴെ പോകും. അപ്പോൾ ഗുരു ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിലെ വെള്ളം താഴെ പോകുന്നത്? അയാൾ പറഞ്ഞു, കാരണം എന്നെ ഒന്നയാൾ ശക്തമായിട്ട് ഇടിച്ചുകൊണ്ട്. ഗുരുജി പറഞ്ഞല്ല, നിങ്ങളുടെ കയ്യിലെ വെള്ളം താഴെ പോയത് നിങ്ങളുടെ പാത്രത്തിൽ വെള്ളമുള്ളതുകൊണ്ടാണ്. പക്ഷെ പകരം നിങ്ങളുടെ പാത്രത്തിൽ പാലായിരുന്നെങ്കിൽ പാലായിരിക്കും നിലത്ത് പോകുന്നത്. ഇതുപോലെ ബാഹ്യമായ സമ്മർദ്ദങ്ങളുണ്ടാകുമ്പോൾ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതാണ് തുളുമ്പിപ്പോകുന്നത്. ഇതുതന്നെയാണ് ജീവിതം. ബാഹ്യമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളതാണ് പുറത്തേക്ക് വരുന്നത്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നു, പുറത്തുനിന്ന് അകത്തേക്ക് കയറുന്നതല്ല, അകത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് ഒരു മനുഷ്യനെ മോശമാക്കുന്നത്. ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്, അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് നിറച്ചിട്ടുള്ളത്? കോപമാണോ? സങ്കടമാണോ? വെറുപ്പാണോ? അല്ലെങ്കിൽ സ്നേഹമാണോ? ക്ഷമയാണോ? അത് മാത്രമേ പുറത്തോട്ട് പോകത്തുള്ളൂ.